ആകെ വോട്ടർമാർ 9,74,802 വോട്ടർമാരാണ് ഉള്ളത്. നമുക്ക് മൊത്തം പോളിംഗ് ബൂത്തുകൾ 1207 പോളിംഗ് ബൂത്തുകളാണുള്ളത്. അതിൽ ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്ത് അത് 25 പോളിംഗ് ബൂത്തുകളാണ്. നമുക്ക് പോലീസിന്റെ ഒരു പോലീസും നമ്മൾ ചേർന്ന് ഫീഡ്ബാക്ക് എടുത്ത ശേഷം 25 ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്തുകൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളുടെ ജില്ലയിലെ എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരും അതുപോലെ ജനറൽ ഒബ്സർവേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇലക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ സെക്ടർ ഓഫീസേഴ്സ് 121 സെക്ടർ ഓഫീസർമാരെയാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും നടന്നു വരുന്നു. ജില്ലയിൽ മറ്റ് സ്ക്വാഡുകളെല്ലാം തന്നെ SST, FST തുടങ്ങിയ സ്ക്വാഡുകളെല്ലാം തന്നെ പ്രവർത്തിച്ചു വരുന്നത്. അവർ ഇലക്ഷൻ ദിനത്തിലും അവർ ആക്റ്റീവായിട്ട് തന്നെ ആയിരിക്കും പോവുക. ഇനി നമ്മളുടെ ട്രെയിനിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ പോളിംഗ് ഓഫീസേഴ്സിന്റെ 3 ഘട്ടത്തിലുള്ള ട്രെയിനിങ് നാളെ ഏപ്രിൽ 7-നാണ് അവസാന ദിവസം. അങ്ങനെ 3 ഘട്ടത്തിലായിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുത്തിരുന്നത്. അവർക്ക് എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുകയും മറ്റ് മോക്ക് ഡ്രില്ലും കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ മണ്ഡലങ്ങളിലും സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് സംഘടിപ്പിച്ചിരുന്നത്. ഇനിയിപ്പോ പോസ്റ്റൽ ബാലറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോം വോട്ടിംഗ് നമ്മളുടെ പൂർത്തിയായിരിക്കുകയാണ്. 1866 2 കൂടെ ചേർത്തില്ല. അപ്പൊ ഏകദേശം അതിന്റെ കണക്ക് പറയാം. ടോട്ടൽ കണക്ക് ഞാൻ പറയാം. അപ്പം എല്ലാവരും മൊത്തം കൂടെ നമുക്ക് 98.29 അത്രയും പെർസെന്റേജ് ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ടിങ്ങിൽ പോയി ഒട്ടുമിക്ക ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ചില ആളുകൾ അപ്പൊ അവരുടെ സ്ഥലത്ത് നിന്ന് മാറിപ്പോവുകയോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയോ ചെയ്ത കേസുകൾ മാത്രമേ വോട്ട് ചെയ്യാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ കേസുകളിലും വോട്ടിംഗ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മളുടെ ബാക്കിയുള്ള പോസ്റ്റൽ ബാലറ്റ് ഇപ്പം വോട്ടിംഗ് എല്ലായിടത്തും വോട്ടർ ഫെസിലിറ്റേഷൻ സെന്റർ നമ്മൾ എല്ലാ ട്രെയിനിങ് സെന്ററുകളിലും അതുപോലെ ആറോഡ് ഓഫീസിലും ഉണ്ട്. ഇത് കൂടാതെ ഒരു പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലീസുകാർ അടക്കമുള്ള ആളുകൾക്കുള്ള വോട്ടിങ്ങിന്റെ സംവിധാനം നമ്മൾ കാത്തലിക്കറ്റ് കോളേജിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ വോട്ടിംഗ് നടന്നു വരുന്നു. അതിന്റെ കണക്കുകളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പം അറ്റ് പ്രസന്റ് നമുക്ക് 956 വോട്ടുകളാണ് നമുക്ക് പോസ്റ്റൽ ബാലറ്റ് നമുക്ക് വോട്ടിംഗ് നടന്നു കഴിഞ്ഞിരിക്കുന്നത് പോളിംഗ് സ്റ്റാഫിൻ്റെത്. ഇനി ഒരു ഏകദേശം 2000-ഓളം ആളുകൾ ഇനിയും വോട്ട് ചെയ്യാനുണ്ട് നമ്മുടെ ജില്ലയില്. ബാക്കിയുള്ള സ്റ്റാഫുകൾ പോലീസ്, ഫോറസ്റ്റ് അടക്കമുള്ള ആൾക്കാർ 604 പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞ് 115 പേര് വോട്ട് ചെയ്യാനുണ്ട്. നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ കളക്ഷൻ സെന്റേഴ്സും നമ്മളെല്ലാം ഡിസ്ട്രിബ്യൂഷൻ കളക്ഷൻ സെന്റേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് 5 സ്ഥലങ്ങളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Pure natural spices, no colors, no preservatives. New Day Spices from Kerala to your kitchen. This is not just Indian taste. It's New Day Spices from Kerala for the whole world to enjoy. New Day Spices.